സപ്താഹയജ്ഞം നടക്കുന്ന വേദിയിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ഇരിക്കാനുണ്ടായിട്ടുള്ള അവസരം കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തതിൻ്റെ അലയൊലികൾ ഇനിയും തീർന്നിട്ടില്ല. അലയൊലികൾ തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാൻ എന്തോ വലിയ കുഴപ്പമുണ്ടായെന്ന് വെച്ചാൽ, അതിനു മുമ്പ് ഈ വേഷവിധാനത്തിന് ഞാൻ ക്ഷമാപണം നടത്തുന്നു. ഈ സൂട്ട് കൂട്ടിട്ടിട്ടല്ല ഇവിടെ വരേണ്ടതെന്നറിയാം, പക്ഷെ പ്രത്യാന്തര ബാഹുല്യത്തിനിടയിലായതുകൊണ്ട് ഇനി മറ്റു കാര്യങ്ങൾക്ക് പോകേണ്ടതുള്ളതുകൊണ്ടാണ് ഈ വേഷത്തിൽ വരേണ്ടി വന്നത്. അത് സഹൃദയരെ സദയം ക്ഷമിക്കണം. ഈ അമ്മമാരെയൊക്കെ എഴുന്നേപ്പിച്ച് നിർത്തിയപ്പോൾ തന്നെ എനിക്ക് വലിയ വിഷമമായി. എന്നെ ബഹുമാനിക്കാൻ വേണ്ടി അത്ര കണ്ട് ഒന്നും വേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യം സംവദിച്ച ഇത് ഗുരുവായൂർ നടയിൽ വെച്ചായിരുന്നു. ഇതുപോലെ ഒരു ഭാഗവത സപ്താഹത്തിൻ്റെ അവസാന ദിവസം പരീക്ഷത്തിന് മോക്ഷം കിട്ടേണ്ട നേരത്ത് ഞാൻ കയറി വന്നു എന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പല രീതിയിൽ പ്രചാരം നേടുകയുണ്ടായി. അപ്പം അതിനടിയിൽ വന്ന ഒരുപാട് വിശകലനങ്ങളും അപഗ്രഥനങ്ങളും വിലയിരുത്തലുകളും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് അലയൊലികൾ. ഒരുപാട് പേര് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നായിരുന്നു. പോലീസിലെ പണിയെടുത്തിട്ട് മതിയായിട്ടാണോ, അതോ ഇനി ഇതാണോ പരിപാടി പറഞ്ഞാൽ, ഇനി ഇതാണോ ഇനി എൻ്റെ ഉപജീവന മാർഗം, തനിക്ക് എന്താ പണി, ഇങ്ങനെയൊക്കെ തന്നെ ഇതേ ഭാഷ നിങ്ങളത് നോക്കിയാൽ കാണാം. നല്ല രസകരമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുജ്ജന്മ പാപം തീർക്കാൻ വേണ്ടി ആൾക്കാർ നമ്മളെക്കുറിച്ച് ദുഷിപ്പ് പറയുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പാക്കനാറിന് വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരു പുളിയാമ്പള്ളി നമ്പൂരി എന്ന് പറഞ്ഞൊരു ശ്രേഷ്ഠനായ ഒരാളുണ്ടായിരുന്നു അത്രേ. പുളിയാമ്പള്ളി നമ്പൂരി അദ്ദേഹം നടക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഒരു 60-65 വയസ്സ് പ്രായം ഉണ്ടാവും. അപ്പോൾ കൂടെ വേളി കഴിച്ച സ്ത്രീയാണെന്ന് പറഞ്ഞൊരു 17 വയസ്സുള്ള ഒരു ബന്ധുവായിട്ടുള്ള കുട്ടിയെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പം അദ്ദേഹം പറഞ്ഞ ജാതീയതയുടെ പ്രശ്നം കൊണ്ട് തീണ്ടാപ്പാട് അകലെ കിടക്കണം പാക്കനാരും ഭാര്യയും. അദ്ദേഹം നടന്നു പോവല്ലേ, നമ്പൂതിരി നടന്നു പോകുമ്പം തീണ്ടാപ്പാട് അകലെ കിടക്കണം. അപ്പം മാറിക്കിടന്ന് മണ്ണ് മൂടി കിടക്കുകയാണ് ഇവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും. ഭാര്യ അതിനിടയ്ക്ക് പറഞ്ഞു, വഷളൻ, മകളുടെ പ്രായമില്ലാത്തൊരു കുട്ടിയെ കൊണ്ട് നടക്കുന്നുണ്ടല്ലേ വേളിയാന്ന് പറഞ്ഞിട്ട്. പാക്കനാര് പറഞ്ഞു, അവസാനത്തെ പുഴു നിനക്ക്. അപ്പൊ എന്താണ് നീ സ്ത്രീക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞു, ഇതിനൊരു കഥയുണ്ട്. എന്താ വെച്ചാൽ ഈ പുളിയാമ്പള്ളി നമ്പൂരി വലിയ ദേവി ഭക്തനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപാസനയുടെ ഫലമായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 10-35-40 വയസ്സുള്ളപ്പോൾ തന്നെ അമ്മ പ്രത്യക്ഷയായി, ഭദ്രകാളിയായിട്ട് തന്നെ രൂപത്തിൽ പ്രത്യക്ഷയായി. അപ്പൊ അദ്ദേഹം വളരെ ഹർഷോന്മാദത്തോടുകൂടി അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനിനി അമ്മയെ കണ്ടതുകൊണ്ട് ഇനി എനിക്കൊരു ജന്മമില്ലല്ലോ, ഇനി എനിക്ക് മോക്ഷമല്ലേ, ഇനി അമ്മയുടെ പാതാരബന്ധങ്ങളിലല്ലേ ഇനി എൻ്റെ ജീവിതവും അത് കഴിഞ്ഞുള്ള കാലവും മരണാനന്തര ജീവിതവും അമ്മയുടെ കൂടെ അല്ലേ എനിക്കിനി വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ലല്ലോ എന്ന് ചോദിച്ചപ്പം ഭദ്രകാളി പറഞ്ഞു, അങ്ങനെയല്ല മകനെ എന്ന് പറഞ്ഞിട്ട് ഒരു തലയോട്ടി കാണിച്ചു കൊടുത്തു എന്നാണ് കഥ. ആ തലയോട്ടി ഇദ്ദേഹത്തിൻ്റെ മുജ്ജന്മത്തിൽ ഇദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഉള്ള ആ ശരീരത്തിൻ്റെ ബാക്കി വന്ന തലയോട്ടിയാണ്. ആ തലയോട്ടിക്കകത്ത് മുഴുവൻ പുഴുക്കൾ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. നല്ല വലിയ പുഴുണ്ട്, ചെറിയ പുഴുണ്ട്, പലതരത്തിലുള്ള പുഴുക്കൾ. അപ്പം ഭദ്രകാളി ഇദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇത് നീ മുജ്ജന്മത്ത് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ വൃത്തികേടുകൾ ഓരോ പുഴുവായി മാറിയിരിക്കുകയാണ്. നീ ഈ മരണാനന്തരം ഒരു കൃത്രിമ ശരീരം ധരിച്ച് ഇത് മുഴുവൻ തിന്നണം, എന്നിട്ട് വീണ്ടും ഒരു ജന്മം എടുത്തിട്ട് നിനക്ക് മോക്ഷത്തിനുള്ള അവസരം ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയുടെ കാല് പിടിച്ച് പറഞ്ഞ, അമ്മേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം, എനിക്ക് ഇനി ഒരു ജന്മം വേണ്ട. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്കിത് ഇല്ലാതാക്കി കളയാൻ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല, അത് പ്രകൃതി വിരുദ്ധമാവും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, നീ ആരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ ആ പറഞ്ഞതുപോലെയൊക്കെ നിന്നെക്കുറിച്ച് പറയാൻ ആൾക്കാരെ നീ ഏർപ്പാടാക്കണം. അപ്പൊ ഇത് ഓരോരുത്തർക്കായിട്ട് ഞാൻ വീതിച്ചു കൊടുത്തോളാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് അറിയാം നമ്മുടെ ആൾക്കാർക്ക് എപ്പോഴും എന്താ, വൃത്തികെട്ടവൻ നടക്കണ കണ്ടില്ലേ എന്ന് പറയാനുള്ള ത്വര കൂടുതലാണ്. പ്രത്യേകിച്ച് മലയാളിക്ക് ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് അജണ്ട ഉണ്ടെന്ന് പറയാം. അതായത് ഏതെങ്കിലും നല്ല സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അപ്പോൾ അദ്ദേഹം ആചാര്യനായി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആചാര്യന് 2 പള്ളു പറഞ്ഞാൽ എനിക്കൊരു സുഖം,
ഒരു അധിപൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. മോഹൻലാൽ അതിനകത്ത് മദ്യപിച്ചിട്ട് ആകാശവാണി നിലയത്തിലേക്ക് വിളിച്ചിട്ട് ഒരാളെ അച്ഛനെ വിളിക്കുന്നുണ്ട്. തന്തയ്ക്ക് വിളിക്കുക നമ്മൾ പച്ച മലയാളത്തിൽ പറയില്ലേ, അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ എന്താ ഒരു സുഖം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ. ഈ മാനസികാവസ്ഥ ലോകർക്കുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഭദ്രകാളി പറഞ്ഞത്, എന്ത് പറഞ്ഞത്, ഇത് വീതിച്ചു കൊടുത്തേക്കാം. അപ്പൊ അന്ന് തൊട്ട് പുളിയാമ്പള്ളി നമ്പൂരി എന്ത് ചെയ്തു, മകളേക്കാൾ പ്രായം കുറവുള്ളൊരു പെൺകുട്ടിയെ വേളിയാണെന്ന് പറഞ്ഞ് കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കാണ്. അപ്പൊ അദ്ദേഹം ആഢ്യനായതുകൊണ്ടും വലിയ ധനവാനൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ മുഖത്തൂക്കൊന്നും പറയില്ല. പക്ഷേ മറവിലിരുന്ന് ഈ പാക്കനാരുടെ ഭാര്യ പറയണ മാതിരി, കണ്ടില്ലേ നാണല്ലാത്തവൻ ചെയ്യണ, കണ്ടില്ലേ 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 അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞ് പുഴു ഒന്ന് മാത്രം ബാക്കിയുള്ള അവസ്ഥയിലാണ് പാക്കനാരും ഭാര്യയും മണ്ണുകൂടി കിടക്കണത്. പാക്കനാരുടെ ഭാര്യയും പറഞ്ഞു, അപ്പൊ അതിൽ ഒരു പുഴു നിനക്കുള്ളതാ മോളെ എന്നാര് പറഞ്ഞു, പാക്കനാര് പറഞ്ഞു കൊടുത്തു. അപ്പൊ എൻ്റെ പുഴുക്കളെയൊക്കെ ആരൊക്കെയോ തിന്നാനുള്ള അവസരം ഈ മഹാനുഭാവൻ ഉണ്ടാക്കി തന്നു എന്നല്ല എനിക്ക് പറയാനുള്ളൂ. അപ്പോ നമ്മൾ ഈ അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തെന്ന് ഞാൻ തുടങ്ങാണ്. അദ്ദേഹം ബ്രാഹ്മണ്യത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണ്യം ജാതീയമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ബ്രാഹ്മണ്യം ഒരു വെർച്യൂ ആണ്, ഒരു ക്വാളിറ്റിയാണ്. അതിൻ്റെ ഏറ്റവും നിസ്സാരമായ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്നത്, തെറ്റാണെങ്കിൽ അദ്ദേഹം തിരുത്തുമല്ലോ. ബ്രഹ്മചര്യം ബ്രാഹ്മണ്യവും ഉള്ളവനാണെങ്കിൽ അവൻ്റെ മനസ്സ് ഇച്ഛാനുസാരമേ പ്രവർത്തിക്കൂ. മനസ്സ് എന്ന് പറഞ്ഞാൽ ഈ മാറുവത് മനം ചേരുവത് ഇനം എന്നൊരു ഒരു ചൊല്ല് തമിഴിലുണ്ട്. മാറുവത് മനം, എപ്പോഴും ചഞ്ചലമായി കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ മനസ്സെന്ന് പറഞ്ഞാൽ. ചലനാത്മകമാണ് ഈ മനസ്സ്. മനസ്സിന് സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടേ ഇല്ല. ഇപ്പൊ ചിന്തിക്കുന്നാൽ അടുത്ത മിനിറ്റ് ചിന്തിക്കാം. നിങ്ങളോടിപ്പം ഞാൻ പറയുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ ഇന്ന് തൊട്ട് ഇന്ന് വൈകുന്നേരം വരെ ഗൊറില്ലയെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് ആലോചിക്കുക. നിങ്ങൾ ഗൊറില്ലയെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. പക്ഷെ ബ്രഹ്മചര്യമുള്ളവനാണെങ്കിൽ, ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്നത് എന്താണെന്നറിയോ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തവനാണെന്നാണ് നമ്മുടെ ധാരണ. അല്ല, ലോകത്തെ ഏറ്റവും പരമമായ ബ്രഹ്മചാരി ആയിരുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. ബ്രഹ്മത്തിൽ ചരിക്കുന്നവനാണ് ബ്രഹ്മചാരി. ആ ബ്രഹ്മത്തിൽ ചരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യന് ഇഷ്ടമുള്ളിടത്ത്, ഇപ്പം ഞാൻ ബ്രഹ്മചാരിയുടെ അടുത്താണ്, അല്ലെ ഒരു ഉത്തമ ബ്രാഹ്മണന്റെ അടുത്താണ്, ജാതീയമായ ബ്രാഹ്മണനല്ല, ക്വാളിറ്റി കൊണ്ട് വെർച്യൂ കൊണ്ട് ബ്രാഹ്മണനായിട്ടുള്ള, അത് ജാതി കൊണ്ട് എല്ലാവരും ശൂദ്രജാതിയിൽ ജനിക്കുന്നു എന്നാണ് അത്ര ശങ്കരാചാര്യർ പറഞ്ഞിരിക്കണേ. എല്ലാവരും ശൂദ്രന്മാരാണ്. കർമ്മം കൊണ്ടാണ് അത്ര ബ്രാഹ്മണ്യം. കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം നേടുന്ന ഒരുത്തിന്റെ ഒരു ലക്ഷണമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അയാളോട് ഞാൻ പറയാണ്, സഹോദര ഗറിലയെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ ചിന്തിക്കരുതെന്ന് എത്ര നേരം പറയുന്നു അത്ര നേരം അദ്ദേഹം ഗറിലയെ കുറിച്ച് ചിന്തിക്കില്ല. മനസ്സിനെ ഇച്ഛാനുസാരം നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണത്രേ. അത് ഏത് ജാതിയിൽ പിറന്നവനാണെങ്കിലും അവന് ബ്രാഹ്മണ്യം കൈവരുന്നു. ആ ബ്രാഹ്മണ്യം കൈവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സത്സംഗത്തിന് വരേണ്ടത്. ഇവിടെ വന്ന് നിരന്തരം ഭഗവത് ചിന്ത വന്നു കഴിയുമ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നൊരു അനുഗ്രഹമാണ്. എന്ത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ ഇഷ്ടമുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നശീകരണമായ പ്രവണതകളിലേക്ക് ഒന്നും നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാതെ ഊർധ്വമുഖമായി മാത്രം ചിന്തിക്കാൻ നമുക്ക് പഠിക്കാം. മുകളിലേക്ക്, ഊർധ്വം. അപ്പം ഉത്സവം എന്ന് കേട്ടിട്ടില്ലേ? ഉത്സവം എന്ന് പറഞ്ഞാൽ മുകളിലോട്ടുള്ള ഒഴുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. മുകളിലോട്ടുള്ള ഒഴുക്ക്. മുകളിലോട്ട് എന്തിൻ്റെ ഒഴുക്കാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ? നമ്മുടെ ശരീരത്തിനകത്തുണ്ട് എന്ന് പറയുന്ന, യോഗ ശരീരത്തിലുണ്ടെന്ന അധ്യാശക്തിയുടെ മുകളിലേക്കുള്ള ഒഴുക്കിനെ കുറിച്ചാണ് ഉത്സവം എന്ന് പറയുന്നത്. നമ്മൾ ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഇപ്പം കാണിച്ചു കൂടുന്ന പേക്കൂത്തുകൾ എന്താണെന്ന് വെച്ചാൽ പുറത്തു പറയാൻ കൂടില്ല. സിനിമാറ്റിക് ഡാൻസ് ആണ് നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളിൽ കാണുന്നത്. എന്താ സിനിമാറ്റിക് ഡാൻസ് വളരെ നികൃഷ്ടമാണെന്ന് ചോദിച്ചാൽ അല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്, കലാപരമായ മൂല്യമുണ്ടാകാം. പക്ഷേ ക്ഷേത്രങ്ങളിൽ ആവേണ്ടത് എന്താന്ന് വെച്ചാൽ യോഗ ശരീരത്തിൽ യോഗി അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ അനാഹതധ്വനികളുടെ, അനാഹതം എന്ന് പറഞ്ഞാൽ എന്താ? ആഹതമില്ലാത്തത്, ഉറവിടമില്ലാത്തതെന്നർത്ഥം. ആ അനാഹതധ്വനികളുടെ പുനരാവിഷ്കാരം സ്ഥൂലതലത്തിൽ ചെയ്യുന്ന പ്രക്രിയയാണ് അത്രേ ഉത്സവാഘോഷങ്ങൾ. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? മിഴാവ് കേട്ടിട്ടില്ലേ? മിഴാവ് കേട്ടിട്ടുണ്ടാവും. മിഴാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അവിടെ കൈയമർത്തിയാലും ഓങ്കാരധ്വനി കേൾക്കാം നിങ്ങൾക്ക്. ആ ഓങ്കാരധ്വനികൾ കേട്ട് സോപാന സംഗീതം എന്ന് പറയുന്നതും അതുപോലെയാണ്. ഇടയ്ക്ക, ഇടന്തല, വലന്തല എന്നൊക്കെ പറയുന്നതിനൊക്കെ ഇട, പിങ്കള, സുഷുമ്ന എന്നുള്ള അർത്ഥങ്ങളുണ്ട്.
അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെ അധികരിച്ച് നടത്തേണ്ട കലാസപര്യയാണ് നമ്മളിപ്പോ പലതരത്തിലുള്ള വികലം എന്ന് പറഞ്ഞാൽ ഇതിനൊത്തുകാത്തതിനെ അർത്ഥമുള്ളൂ. എല്ലാം മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. സിനിമയ്ക്ക് സിനിമയുടേതായ വിലയുണ്ട്, സിനിമാറ്റിക് ഡാൻസിന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്, ഗാനമേളകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, ഒന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സോപാനം എന്ന് പറയുമ്പോൾ, അതിന് ക്ഷേത്രകലകൾ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്, അതിന് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തെ മറന്നുകൊണ്ടുള്ള ആചാരങ്ങൾ ഉത്സവത്തിനല്ല ഉപകരിക്കുന്ന. പിന്നെ എന്തിനാണ്? അധസ്സവം എന്നുള്ളൊരു വാക്ക് ഞാൻ ഉണ്ടാക്കി എന്ന് വേണേൽ പറയാം. മലയാളത്തിൽ സംസ്കൃതത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. താഴോട്ടാണ് പിന്നെ ഒഴുക്ക്. നമ്മൾ എന്തിനാണ്? ഊർധ്വമുഖമായി മുകളിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇവിടെ വരുന്നു, ഭാഗവത സപ്താഹം കേൾക്കാൻ വരുന്നു. അത് ആർക്കുള്ളതാണെന്ന് പറയാം. ആർക്ക് വരെ ഉള്ളതാണ് ഭാഗവത സപ്താഹം? ആചാര്യൻ നിങ്ങളോട് പരീക്ഷിച്ച് എന്തിനിത് ചെയ്തു എന്ന് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഈ എല്ലാ മനുഷ്യർക്കും ഉള്ള അപകടങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ക്രമേണ പറയാം. എനിക്കൊരു 10 മിനിറ്റ് എടുക്കാമല്ലോ അല്ലേ? അപ്പോ ഈ എന്താ പറഞ്ഞ ഏ മാനവ പാപകൃതസ്തു സർവത, ഏത് മനുഷ്യനാണോ എപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സദാ ദുരാചാര രഥോ വിമാർഗ, ദുരാചാരങ്ങളിൽ മനസ്സ് രമിക്കുന്നവൻ അവൻ വിമാർഗനാണ്. ക്രോധാഗ്നിദഗ്ന കുടിലാശകാമിന, ക്രോധം കൊണ്ട് വശം കെട്ടവൻ. കുടിലന്മാരിൽ ആ കുടില പ്രവർത്തികൾ മാത്രം കാമമുള്ളവൻ. സപ്താഹ യജ്ഞേന കലോപനന്തി, ഇതിന് ഇങ്ങനെയുള്ളവന് വരെ ഇങ്ങനെ. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഒരു വികടൻ എന്നോട് ചോദിച്ചു, അപ്പൊ ഇങ്ങനെയുള്ളവർക്കുള്ളതാണോ സപ്താഹം? അല്ല, ഇങ്ങനെയുള്ളവർക്കും ഉള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സപ്താഹയജ്ഞം കഴിയുമ്പോൾ നിങ്ങളിനി മോക്ഷത്തിലെത്തിയില്ലെങ്കിലും മോക്ഷേച്ഛുക്കളെങ്കിലും ആയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അല്ലാതെ ഇതിന് വന്നിട്ട് പ്രയോജനമില്ല. നിങ്ങളുടെ സമയം, ആചാര്യന്റെ സമയം കളഞ്ഞു എന്നുള്ളതല്ലാണ്ട് വേറെ പ്രയോജനമില്ല. സത്സംഗം കൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ മോക്ഷേച്ഛുക്കളാവണം. മോക്ഷേച്ഛു ആവാനായിട്ടുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മരണഭയത്തിൽ ശോകാർത്തനായിരുന്ന പരീക്ഷിത് രാജാവിനെ കേവലം 7 ദിവസം കൊണ്ട് മരണവും ജീവിതവും തമ്മിലുള്ള ഭിന്നമായ അവസ്ഥയല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഞാൻ ദേഹിയാണ്, ദേഹമല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് ആദ്യത്തെ ഭാഗവത സപ്താഹം നടന്നത്. ഇനി ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പരീക്ഷിത്ത് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു രസകരമായ കാര്യം പറയാം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. വെറുതെ കിട്ടുന്നതൊക്കെ നമുക്ക് സ്വായത്താക്കാൻ തോന്നും. വെറുതെ കിട്ടുന്നത് ഞങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരിപ്പം അടുത്തിടെയായിട്ട് നല്ല കുറേ കാലമായിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ മലയാളികളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ആരാണ് എന്നെ പറ്റിക്കുക എന്ന്, ഇന്ന് ഞാൻ ആരാൽ പറ്റിക്കപ്പെടണം എന്നുള്ള ഗവേഷണമാണ് ഓരോ ദിവസവും രാവിലെ മലയാളി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു 10 കൊല്ലം മുമ്പ് പോലീസിൽ ഇല്ലാത്തൊരു വിഭാഗം ഇപ്പോൾ ഉണ്ടാക്കേണ്ടി വന്നു, EOW. അന്ന് മുമ്പത് പിന്നെ ഞങ്ങളുടെ ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണ സംഘമായിരുന്നെങ്കിൽ ഇപ്പം അതിനായിട്ട് പുതിയൊരു യൂണിറ്റ് തന്നെ ഉണ്ടാക്കേണ്ടി വന്നു. എന്താണ് EOW? എക്കണോമിക് ഒഫൻസസ് വിങ്. എക്കണോമിക് ഒഫൻസസ് എന്താണ്? നമുക്ക് ബാങ്കിൽ പൈസ ഇട്ടാൽ 7% പലിശ കിട്ടും. വേറൊരാൾ 30% തരാമെന്ന് പറഞ്ഞിരിക്കണം, എന്ന് അവിടെ കൊണ്ടു കൊടുക്കാൻ. മനസ്സിലായോ? അപ്പം ഈ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്നറിയോ? ഈ 30-നും 7-നും ഇടയിലുള്ള 23% നമുക്ക് വെറുതെ കിട്ടണതാ. അപരിഗ്രഹം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് വേദാന്തത്തിൽ. വെറുതെ കിട്ടുന്നതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. പരീക്ഷത്തിന്റെ ദുരിതം തുടങ്ങുന്നത് എവിടുന്നാന്ന് നിങ്ങൾക്കറിയോ? പരീക്ഷത്തിന്റെ ദുരിതം തുടങ്ങി വെച്ച ആള് ഭീമസേനാണ്. ഭീമസേനൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്തു. ജരാസന്ധനെ കൃഷ്ണനാണ് ജരാസന്ധനായിട്ട് യുദ്ധം ചെയ്തത്. അപ്പൊ കൃഷ്ണൻ ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ജരാസന്ധന്റെ കിരീടം വീണത് ഭീമന് കൊടുത്തു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ജരാസന്ധൻ വീണ് കിടന്നു മരിച്ചു. അദ്ദേഹം വീണ് കിടന്ന് മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ കിരീടം സ്വർണ്ണ കിരീടമാണ്, രാജാവല്ലേ, അതെടുത്ത് ഭീമന് കൊടുത്തു. നീ വെച്ചോന്ന് പറഞ്ഞു.
ഇപ്പൊ ഭീമൻ എന്ത് പറയണായിരുന്നു? ഭഗവാനെ അങ്ങ് തന്നെ വെച്ചാൽ മതി എന്ന് പറയണമായിരുന്നു. ഭഗവാൻ വളരെ ബുദ്ധിമാനാണ്. ഈ കർമ്മദോഷമുള്ള ഒരു സാധനം കൈകൊണ്ട് തൊട്ടില്ല, കൂട്ടി തൊട്ടില്ല. അപ്പൊ അദ്ദേഹം ഭീമസേനൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് സ്വന്തം തലയിൽ വെച്ചില്ല, അദ്ദേഹം അത് പരീക്ഷിത്തിന്റെ തലയിൽ വെച്ചു കൊടുത്തു. അപ്പൊ അത് യഥാർത്ഥത്തിൽ എവിടെ പോകണമായിരുന്നു? ജരാസന്ധനുമായിട്ടുള്ള ധർമ്മയുദ്ധം കഴിഞ്ഞു, അത് കഴിഞ്ഞു. ജരാസന്ധൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജരാസന്ധന്റെ സ്വത്തുവകൾ ആർക്ക് കിട്ടണം? ജരാസന്ധന്റെ മക്കൾക്ക് കിട്ടണം, വേണ്ടേ? അത് പാണ്ഡവരെടുത്ത് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? പൗത്രന് കൊടുത്തു. ഭീമസേനൻ, നീ ഹസ്തിനപുരം വാട്, ഇത് നിനക്ക് തന്നിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കലി കയറുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കലികാലം. കലി വന്നിട്ട്, അതായത് ഈ പരീക്ഷത്തിന്റെ കാലം തൊട്ടാണ് നമ്മുടെ കലികാലം ഏകദേശം തുടങ്ങുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് കാലഗണനയിൽ. ആ കാലത്ത് കലി വന്നിട്ട് എനിക്ക് ഇരിക്കാൻ 2-3 സ്ഥലമേ ഉള്ളൂ, 2-3 സ്ഥലം കൂടി തരണം, എനിക്ക് റെസ്റ്റ് എടുക്കാൻ സ്ഥലമില്ല എന്ന് മഹാരാജാവിനോട് ആവശ്യപ്പെടുകയാണ്. ആരോട്? പരീക്ഷത്തിനോട്. അപ്പൊ അത് 2 കാലില്ലാത്ത ഒരു കാളയുടെ രൂപത്തിൽ വന്നു എന്നൊക്കെയാണ് കഥ. അപ്പൊ ഈ കലി വന്നപ്പോ കലി വന്നിട്ട് ഇദ്ദേഹത്തിനോട് പറയണത്, എനിക്ക് ചൂതാട്ട കേന്ദ്രങ്ങളിലും മദ്യശാലകളിലും വേശ്യാവൃത്തി നടക്കുന്നിടത്തും മാത്രമേ ഇപ്പൊ ഇരിക്കാൻ അനുവാദമുള്ളൂ പ്രകൃതിയാൽ. എനിക്കൊരു 2-3 സ്ഥലം കൂടി തന്നാൽ വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പരീക്ഷത്തിന് മിണ്ടാതെ അവനവന്റെ പണിയെടുത്ത് പോയാൽ മതി. പരീക്ഷിത്ത് മഹാരാജാവാണ്, മഹാരാജാവ് പണിയെടുത്താൽ മതി. പ്രകൃതി നിയമങ്ങൾ പ്രാകൃതികമായി കൊണ്ടു നടത്തേണ്ട ആവശ്യമൊന്നും ആർക്കില്ല? രാജാവില്ല. അതാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ മാൻഡേറ്റ്, സ്വധർമ്മം. നമ്മൾ ഇംഗ്ലീഷിൽ മാൻഡേറ്റ് എന്ന് പറയും. ഇപ്പൊ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരിൽ പലരോടും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരോട്, അത് നിന്റെ പണിയായിരുന്നോ? പലപ്പോഴും കുഴപ്പത്തിൽ ചേർത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും, സാറേ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാനൊന്ന് സഹായിക്കാൻ പോയതാണ്. ആരെയാണ് സഹായിക്കാൻ പോയത്? അത് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ സഹായിക്കാൻ പോയത്. അത് നിന്റെ പണിയാണോ? അതിനിവിടെ വേറെ ആൾക്കാരില്ലേ എന്ന് ചോദിച്ചാൽ നിന്റെ മാൻഡേറ്റ് അതാണോ? കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിക്കേണ്ടി വന്നൊരു ചോദ്യമാണ് ഞാനിപ്പോൾ പറയണത്. അപ്പം നമ്മുടെ ജോലി അതാണോ? സ്വധർമ്മം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല വ്യക്തമായ ധാരണ വേണം. നമ്മളെപ്പോഴും എന്താ ചെയ്യണമെന്ന് അറിയാം, നമ്മൾ സ്വധർമ്മം അനുഷ്ഠിക്കില്ല, പരധർമ്മം നന്നായിട്ട് അനുഷ്ഠിക്കും. അവൻ ചെയ്ത് ശരിയായില്ല, തീരെ ശരിയായില്ല. പുളിയാമ്പള്ളി തമ്മിലുള്ള ഉദാഹരണം തന്നെ വീണ്ടും പറയാം. എൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് ആലോചിച്ച് എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കുന്നതിന് പകരം ഞാൻ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ചെയ്തികളെ വിമർശിച്ച് അത് ശരിയോ തെറ്റോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വധർമ്മമല്ല, ഇത് പരധർമ്മമാണ്. നമ്മൾ മിക്കവാറും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം ശരി, നമ്മളെ ആശ്രയിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ട്, അവർ തെറ്റ് ചെയ്താൽ നമുക്ക് അവരെ തിരുത്തേണ്ട ചുമതലയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം, വേണ്ടെന്നല്ല പറഞ്ഞത്. നമ്മളിപ്പോൾ അതൊന്നല്ല ചെയ്യുന്നത്. ട്രംപ് ചെയ്തത് ശരിയായില്ല, മനസ്സിലായില്ലേ? ഇറാൻ അവിടെ ബോംബിട്ട് നന്നായോ? ഓരോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കേൾക്കണ എടോ, താൻ തൻ്റെ വീട്ടിൽ താൻ ചെയ്യേണ്ട കാര്യം ചെയ്തോ ഇല്ലയോ എന്ന് ആദ്യം അന്വേഷിച്ചിട്ട് പോരെ ട്രംപിന്റെ പുറകെ പോണത് എന്നുള്ള ചോദ്യത്തിനൂടെ പ്രസക്തിയിൽ നമ്മൾ നിരന്തരം നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മുടെ ധർമ്മം എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യണം, അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യണം, സഹോദരൻ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യണം, ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യണം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളത് എന്ത് ചെയ്യണം, ഇതെല്ലാം ചെയ്തു എന്ന് ബോധ്യം വരാൻ തന്നെ നല്ല മെനക്കേടാ. അത് പെട്ടെന്നൊന്നും ബോധ്യം വരും, ഒരുപാട് പണിയില്ലേ. ഇതൊന്നും ചെയ്യാതെയാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതും മറ്റുള്ളവരെ കുറിച്ച് അവർ പറയുന്ന നമ്മളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വരങ്ങൾ കൊടുക്കുന്നതും. അത് ചെയ്തു ആര്? പരീക്ഷിത്ത്. കലി വരുമ്പോൾ കലിയോട് പറഞ്ഞാൽ മതി, സഹോദരൻ ഞാൻ ഇവിടുത്തെ ഒരു പാവപ്പെട്ട രാജാവാണ്, താൻ പോയി എവിടെയെങ്കിലും പോയി തപസ് ചെയ്ത് വേണ്ടത് നേടൂ എന്ന് പറഞ്ഞ് കലിയെ ഒഴിവാക്കി വിടുന്നതിന് പകരം മഹാരാജാവിന് തോന്നി ഞാൻ രാജാവല്ലേ, അദ്ദേഹം പറഞ്ഞു നീ സ്വർണത്തിൽ ഇരുന്നോളാൻ പറഞ്ഞു, എനിക്കൊരു സ്ഥലം കൂടെ ഞാൻ തരുന്നത് ആ സ്വർണത്തിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. നേരെ ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് കയറി. മനസ്സിലായല്ലോ? ഈ സ്വർണ്ണ കിരീടം വെച്ചിരിക്കുന്ന മഹാരാജാവിന്റെ തലയിലാണ് ആദ്യം കലി കയറി ഇരുന്നതെന്നാണ് കഥ. ഈ കലി ഇരുന്ന കിരീടം വെച്ച് നടക്കുമ്പോഴാണ് ആർക്ക്? ശമീകനെ കാണുന്നത്. ശമീക മുനി ഇരുന്ന് തപസ്സിലാണ്, അദ്ദേഹം സമാധ്യവസ്ഥയിലാണ്, അദ്ദേഹത്തിന് ഈ രാജാവിനെ കാണാനൊന്നും പഠിക്കാനൊന്നും നേരമില്ല. അപ്പം അദ്ദേഹം ഓടിച്ചു വിട്ടൊരു മൃഗം, വേട്ടമൃഗം അതിലേ പോയോ എന്ന് ചോദിച്ചതിന് മറുപടി കിട്ടാതായപ്പോൾ അവിടെ കിടന്ന ഒരു പാമ്പിനെ എടുത്ത് തോളത്തിടാൻ തോന്നിക്കുന്നത് ആരാണ്? തലയിലിരുന്ന കലിയാണ്. അപ്പൊ ഇത് എവിടുന്ന് തുടങ്ങി? ആ പരിഗ്രഹം ആര് ചെയ്തു? കൃഷ്ണൻ ചെയ്തില്ല. കൃഷ്ണൻ ബുദ്ധിമാനാണ്. കൃഷ്ണൻ എടുത്ത് സ്വന്തം കയ്യിൽ വെക്കായിരുന്നില്ലേ? ചെയ്തില്ല. ഭീമസേനന് കൊടുക്കുക ചെയ്തേ. കാരണം ആർത്തി ഉണ്ടെന്ന് അറിയാം. ഭീമസേനൻ ഇതിന്റെ വേറൊരു വലിയ പര്യായമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പല കഥകളും കേട്ടോ. നമ്മൾ ഭീമസേനനെയൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആദ്യ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരൊക്കെ അസാധ്യ തപസ്വികളാണ്. അത് വേറെ വിഷയം. ആ തപസ്വികളുടെ ലോകത്ത് നിന്നിട്ടുള്ള അഹങ്കാരം കൊണ്ട് വരുന്ന
വിപത്തുകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. നമ്മളൊന്നും ഇവരുടെ മുമ്പിൽ ആരുമല്ല, നമ്മൾ പശുക്കളാണ്. പാശങ്ങളാൽ ബന്ധിതരായവരൊക്കെയാണ് നമ്മൾ പശുക്കൾ. പാശങ്ങൾ എന്താണ്? കാമക്രോധ മതലോഭ മാത്സര്യാദികളൊക്കെയാണ് പാശങ്ങൾ. കുത്തി ഒരു 2 ദിവസം അനങ്ങാണ്ടിരിക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. വേണ്ട, 1 മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാ. ഇവര് വർഷങ്ങൾ തപസ് ചെയ്താണ് പല വരങ്ങളും കഴിവുകളും നേടിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. എന്നാൽ അവരുടെ കഥ പറയുമ്പോൾ അതിനകത്ത് ചില 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 വിശേഷങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണ സൗന്ദര്യം നിങ്ങൾക്ക് അറിയാവുന്നൊരു കഥയാണ്. അതിനേക്കാൾ രസകരമായൊരു കഥയുണ്ട്. പണ്ട് കൃഷ്ണനും ഭീമനും കൂടി ലങ്കയിൽ പോയി എന്നാ കഥ. ലങ്കയിൽ പോയപ്പം അവിടെ ഒരു വലിയ തടാകം കാണാണ്. ആര്? ഭീമസേനൻ. വലിയ തടാകം. ഭീമസേനൻ പറഞ്ഞു, ഞാനിതിലൊന്ന് ചാടി കുളിച്ചോട്ടെ എന്ന് വെച്ചു കൃഷ്ണനോട്. ആ, ധൈര്യമായിട്ട് കുളിച്ചോളാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം തീന്തി തുടിച്ച് ആ തിമിർത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൊടുങ്കാറ്റ് വരികയാണ്. ഒരുവിധത്തെ കൊടുങ്കാറ്റൊന്നും ഭീമസേനെ തടുത്തു നിർത്താൻ പറ്റില്ല. ഭീമസേന അസാധ്യ ശക്തിശാലിയും ഒക്കെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് വെച്ചാൽ ഭീമന് തുഴയാൻ പറ്റാണ്ട് മരിക്കും എന്നുള്ള അവസ്ഥയായി, മുങ്ങിച്ചാവാൻ പോകണം എന്നുള്ള അവസ്ഥയായി. അപ്പം അവിടെ കിടന്ന് കൃഷ്ണ രക്ഷിക്കണേ എന്ന് വിളിച്ചു. അപ്പോൾ ആശ്രിതവത്സരനും ആണല്ലോ നമ്മുടെ കൃഷ്ണൻ. അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ മായിക കഴിവുകൾ കൊണ്ട് ഇയാളെ രക്ഷിച്ചെടുക്കുകയാണ്. കരയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഭീമസേനൻ പറയണം, ഇങ്ങനെ ലങ്കയിൽ ഒരു തടാകമുള്ളത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ലല്ലോ, ഇതേതാണ് ഈ തടാകം എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇത് തടാകമൊന്നുമല്ല, ഇത് കുംഭകർണന്റെ തലയോട്ടിക്കകത്ത് മഴവെള്ളം വീണതാണ്, അത്രേ ഉള്ളൂ. അതിനെയാണ് നീ തടാകം എന്ന് വിചാരിച്ചത്, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ ഈ ത്രേതായുഗത്തിലുള്ള മനുഷ്യര് വളരെ ഭീമാകാരന്മാരും വലിയ മനുഷ്യരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൽ കുംഭകർണൻ ആ കൂട്ടത്തിൽ അസാമാന്യ വലുപ്പം കൂടിയുള്ള ഒരാള്. അയാളെ പിന്നെ രാമബാണം കൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞ് കിടക്കുന്ന കുംഭകർണന്റെ തലയോട്ടിക്കകത്ത് മഴ വീണ് നിറഞ്ഞതാണ് ഈ തടാകത്തിൽ മുങ്ങിച്ചാവാൻ പോയത്. ഇത്രയേ ഉള്ളൂ കാലഘടനയ്ക്കനുസരിച്ച് മാറുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഭീമസേനൻ ഇങ്ങനെ ഒരാളായതുകൊണ്ടാണ് കൃഷ്ണൻ എന്ത് ചെയ്തത്, നിനക്ക് തന്നെ ഇരുന്നോട്ടെ, നീ ഇത്തിരി അഹങ്കാരിയല്ല, നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് എടുത്താണ്ട് കയ്യിൽ കൊടുത്തത്. പക്ഷെ അദ്ദേഹവും ബുദ്ധിമാനായിരുന്നു. അതോ ഇനി യുധിഷ്ഠിരൻ പറഞ്ഞിട്ട് വെക്കാൻ സമ്മതിക്കാഞ്ഞാണോ എന്നല്ലേ, ജ്യേഷ്ഠനാണല്ലോ വെക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു, പൗത്രന് കൊടുത്തു. കൊടുക്കാൻ പാടുവോ? പാടില്ല. അപരിഗ്രഹം. നമ്മുടേതല്ലാത്തൊരു സാധനവും നമ്മുടെ കൈമുതലായി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വെറുതെ കിട്ടുന്നതെല്ലാം നമുക്കുള്ളതല്ല എന്ന് സാരം. അതുകൊണ്ട് ഈ 7-നും 30-നും ഇടയിലുള്ള 23% വേണ്ട എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടായാൽ ഞങ്ങൾക്ക് ഇത്തിരി പടി കുറഞ്ഞേനെ. അതിൻ്റെ ഇടയിൽ കൂടെയുള്ളൊരു സ്വാർത്ഥത. എല്ലാ ദിവസവും ഞങ്ങളെ പറ്റിച്ചേ എന്നും പറഞ്ഞ് വരുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ എന്തിനാ പറ്റിക്കാൻ നിന്ന് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ ഉണ്ട്, നമുക്ക് സഹിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു, ഒരു പ്രധാനപ്പെട്ട ബാങ്കിൽ നിന്ന്, ഒരു നാഷണലൈസ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത മാനേജർ കൊണ്ടുപോയി അയാൾക്ക് കിട്ടിയ പെൻഷൻ ബെനിഫിറ്റ്സ് മുഴുവൻ കൊണ്ടുപോയി ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടിട്ടിട്ട് ആ സ്ഥാപനം പൂട്ടിപ്പോയി. അയാളെ വെറുതെ വിടാൻ പാടുമോ? ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ദുഃഖം എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ നാട്ടുകാരോട് മുഴുവൻ ബാങ്കിങ് മേഖലയെ പൂർണ്ണമായി സർക്കാരിൻ്റെ അനുവാദത്തോട് കൂടിയിട്ടും അനുഗ്രഹത്തോടു കൂടിയും നടക്കുന്ന ബാങ്കിങ് സ്ഥാപനങ്ങളിൽ മാത്രം നിക്ഷേപം നടത്തണമെന്ന് പറയുന്ന നിങ്ങൾ തന്നെ പറ്റിപ്പോയി സാറേ. ഈ ത്വരയിൽ നിന്നും മോചനമാണ് അപരിഗ്രഹം എന്നുള്ള വാക്കുകൊണ്ടും ജരാസന്ധന്റെ കിരീടകഥ കൊണ്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും കഴിഞ്ഞില്ല. ഈ പാമ്പിനെ എടുത്ത് ശമീകന്റെ കഴുത്തിലിട്ടു. അപ്പം ശമീകന്റെ മകൻ ശൃംഗിയാണ് ആരെ ശപിക്കുന്നത്? പരീക്ഷിത് രാജാവിനെ ശപിക്കുന്നത്. ശൃംഗി ഇതെങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് അടുത്ത വിഷയം. ശൃംഗി ആ പ്രദേശത്ത് എവിടെ ഇല്ല, അടുത്ത ആ സ്ഥലത്തെങ്ങും ശൃംഗി ഇല്ല. ശൃംഗിയോട് ഇത് കണ്ട കൃഷൻ എന്ന് പറഞ്ഞ വേറൊരു മുനികുമാരനുണ്ട്. അയാൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛനെ ആരോ ഇതാ ഇങ്ങനെ. കേട്ട പാതി കേൾക്കാത്ത പാതി ആര്? ശൃംഗി തപസ് ഉള്ള മഹാതപസ്യല്ലേ, ഇരിക്കട്ടെ ഒരു ശാപം. ഇതിനകത്ത് എല്ലാവർക്കും നഷ്ടമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവർക്കും നഷ്ടം എന്താണ്? ശൃംഗിയുടെ തപോബലം അത്ര കണ്ടുപോയി. ഒരാളുടെ തപസ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളെ ശപിക്കാന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം ചെയ്യുന്നവണ് ഇനി നന്നാവില്ല എന്ന് പറയില്ല ആൾക്കാരോട്. നീ ഒരിക്കലും ഗതി പിടിക്കില്ല, നമുക്ക് സങ്കടം വരുമ്പോൾ പറയണതാവും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അയാൾക്കൊരു ദോഷം വരാൻ, എന്നിട്ട് അയാൾ ചിലപ്പോൾ ചില ആൾക്കാർ തിരിച്ചു പറയും, എന്നെ ശപിച്ചിട്ട് എന്താ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന മഹാന്മാരെ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഓരോ മനുഷ്യരും തേജപുഞ്ചങ്ങളാണ്.
നിങ്ങൾക്കൊരു തേജസ് ഉണ്ട്, നിങ്ങളുടെ ജീവാത്മാവിന് ഒരു ചൈതന്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. അങ്ങനെയുള്ള നിങ്ങൾ നിങ്ങൾക്കൊരു തപസ്സുണ്ട്. എല്ലാവർക്കും തപസ്സുണ്ട്. ആ തപസ്സാണ് നമുക്ക് ഫലം തരുന്നത്. എൻ്റെ ദൈവമേ എനിക്കിത് തരണേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാൻ വന്നു എന്ന് പറയില്ലേ, അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മീയ തേജസ്സാണ്. അതിനെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും നമ്മളുടെ എന്താ പറയുക തീക്ഷ്ണമായ ഭഗവാനോടുള്ള പ്രേമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ ഉണർത്തുകയാണ് ചെയ്യണത്. ആ ഉണരുമ്പോൾ ആ തപശക്തി കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. ആ തപസ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എല്ലാ കാര്യവും നടന്നെന്നും വരും. അതാണ് വലിയ തപസ്സുകൾ. പക്ഷേ നമ്മളൊരാളെ ശപിക്കുമ്പോൾ എന്താ ഉണ്ടാവണം എന്നുള്ളത് മനസ്സിലാക്കുക. അയാളുടെ തപസ്സിനെ നമ്മൾ നമ്മുടെ തപസ് കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടാണ് അയാൾക്കൊരു ആഘാതം ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. നഷ്ടല്ലേ? വല്ല ആവശ്യമുണ്ടോ ഈ പണിക്കൊക്കെ പോണ്ടേ? നമുക്ക് കിട്ടിയ തപസ് കൊണ്ട് നമ്മൾ തേജപുഞ്ചങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി നോക്കുന്നതിന് പകരം മറ്റൊരുത്തനെ ധ്വംസിക്കാനായിട്ട് തപസ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രക്രിയയ്ക്കാണ് നമ്മൾ ശാപം എന്ന് പറയുന്നത്. നഷ്ടം. ഇപ്പൊ ശമീകന്റെ മകന് നഷ്ടം, പരീക്ഷത്തിന് നഷ്ടം, ഒരു രാജ്യത്തിന് മുഴുവൻ നഷ്ടം. ഇത് കഴിഞ്ഞോ? തീർന്നില്ല. ഇത് കഴിഞ്ഞ് ജനമേജയം നടത്തിയ സർപ്പസത്രത്തിൽ ഇനി അനേകായിരം നഷ്ടം വേറെ. ദേവേന്ദ്രനെ അടക്കം ആവാഹിച്ചു എന്നാണ് പറയണത്. അപ്പൊ എന്തും വേണ്ടി അപ്പൊ ഈ ആവാഹനം നടത്തുന്ന ഈ ആചാര്യന്മാരുടെ തപസ് നഷ്ടം, എല്ലാം നഷ്ടമാണ്. അതിന് പകരം ശമീകൻ അത് കഴിഞ്ഞ് ശമീകനാണിത് അറിഞ്ഞിട്ട് ഇത് അവിവേകമാണെന്ന് പറഞ്ഞിട്ട് വേറൊരു മുനികാരൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, പരീക്ഷത്തിനടുത്ത് പറഞ്ഞയക്കുന്നുണ്ട്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, കരുതിയിരിക്കണം. അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു ടവർ ഉണ്ടാക്കും, അതിന്റെ മണ്ടേ കയറിയിരിക്കും, അവിടെ വരൂലല്ലോ പാമ്പ് എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈശ്വര നിശ്ചയം ആരാലും തടുക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം കൂടുതൽ വെളിവാകത്തക്ക രീതിയിലാണ് തക്ഷകൻ ഒരു ആപ്പിളിൻ്റെ ഉള്ളിൽ കയറി വരുന്നതെന്നാ ഒരു. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ മനുഷ്യന്റെ ദുരമൂത്തിട്ടുണ്ടാവുന്നതാണെന്നും സ്വധർമ്മം പാലിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ അപകടം ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെയും കൂടെ ലക്ഷണവും ഉദാത്ത മാതൃകയുമാണ് സപ്താഹയജ്ഞം. ഭാഗവത സപ്താഹം തുടങ്ങിയത് ഇങ്ങനെയുള്ള മനുഷ്യന്റെ കുറെ ലീനമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കൊണ്ടാണ്. അപ്പൊ നമ്മളത് കണ്ടിട്ട് എന്ത് പഠിക്കണം? നമ്മൾ ഇന്ന് മുതൽ ഇനി അങ്ങനെ ആകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള ദുർമാർഗവും അവലംബിച്ച് നടക്കുന്നവർക്ക് വരെ ഉള്ളതാണ് സപ്താഹയജ്ഞം. മാത്രവുമല്ല, അദ്ദേഹം ഭക്തിയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ പ്രേമഭക്തിയെക്കുറിച്ച്, നമ്മൾ പ്രേമിക്കുന്നതിനെ കുറിച്ചാണ് കേട്ടിട്ടുള്ള. ഭഗവാനുമായിട്ടുള്ള സ്നേഹമാണ് നമുക്ക്. ഗോഡ് ഈസ് ലവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വാട്ട് ഈസ് ഹേറ്റ്രെഡ്? വിദ്വേഷം എന്താ? എല്ലാ വികാരങ്ങളും ഈശ്വരിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. വിദ്വേഷവും ഭഗവാനിൽ നിന്ന് ഉദ്ഭവിച്ചതാവില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ സ്നേഹത്തിലൂടെ ഭഗവാന്റെ അടുത്ത് പോകുന്നത് പോലെ വിദ്വേഷത്തിലൂടെ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റണ്ടേ? പറ്റും. അതിൻ്റെ പേര് സംരംഭക യോഗം എന്നത്രേ. ഭഗവാനെ വെറുത്തുകൊണ്ട് നിരന്തരം രാവണൻ മരണത്തിന് മുമ്പ് 13 ദിവസം രാമനെ കുറിച്ചല്ലാതെ വേറൊന്നും ചിന്തിച്ചിട്ടില്ല. ഭയന്നിട്ട് മതി. ഭഗവാന് ഭയവും സ്നേഹവും ഒന്നും എല്ലാ സർവത്തിനും അതീതമായിട്ടുള്ള അവസ്ഥയിലാണ് ബ്രഹ്മം. ബ്രഹ്മാവസ്ഥ എന്ന് പറയണമെന്നാണ് എല്ലാത്തിനും അത് സർവാതീത ശമാത്മിക ലളിതാ സഹസ്രനാമത്തിലുള്ളതാണ്. അപ്പൊ സംരംഭയോഗത്തില് ഭഗവാനെ പ്രാപിച്ച കുറെ വിശേഷ ആൾക്കാരുണ്ട്. ശിശുപാലൻ, ഹിരണ്യകശിപു, രാവണൻ. ഇതിന് വേറൊരു കഥയുണ്ടത്രേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവണനും കുംഭകർണനായിട്ട് വന്നത് ജയവിജയന്മാരാന്നാ പറയപ്പെടുന്നത്. ജയവിജയന്മാര് പണ്ട് ഒരു ദിവസം നിന്നിട്ട് ഇങ്ങനെ ഈ ഭഗവാന് കാവൽ നിൽക്കുകയാണ് വൈകുണ്ഠത്തില്. അപ്പൊ ഇവര് തമ്മിൽ സംസാരിക്കുകയാണ്. നമ്മൾ ഈ ഭഗവാൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ സ്നേഹത്തിലല്ലേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ ഭഗവാൻ ഭയങ്കര യുദ്ധതന്ത്രജ്ഞനും മിടുക്കനായ യോദ്ധാവുമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കിതുവരെ ആ മുഖം കാണാനുള്ള ഒരു സൗകര്യം കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഭഗവത് ഭക്തരുടെ എല്ലാ ഇച്ഛകളും പൂർത്തീകരിക്കുന്നതാണ് ഭഗവാൻ. ഭഗവാൻ ഭക്തദാസനാണ്. ഭഗവാൻ കേട്ടില്ലെങ്കിലും ഭഗവാന് മനസ്സിലായി ഇവരുടെ ചിന്ത എന്താണെന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോ അതൊന്ന് കാണാൻ നല്ല രസമായിരിക്കില്ലേ എന്ന് ഇവർ പരസ്പരം ജയവിജയന്മാര് പറയാണ്.
അങ്ങനെ പരസ്പരം പറഞ്ഞു കഴിഞ്ഞത് ഭഗവാൻ അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഉണ്ടായതാണ് അതിൽ രസം. സപ്തർഷികൾ വരുന്നു ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി. ഇവർക്ക് സപ്തർഷികളാണെങ്കിലും ഞങ്ങളാണല്ലോ ദ്വാരപാലകന്മാർ, ഞങ്ങളല്ലേ ഭഗവാന്റെ ഏറ്റവും അടുത്ത ആൾക്കാർ. അവർ പറഞ്ഞൊന്ന് ഭഗവാൻ വിശ്രമിക്കാണ്, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. കുറച്ചു നേരം അവർ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ പോയി ഭൂമിയിൽ പോയി കഷ്ടപ്പെടാൻ പറഞ്ഞു, 7 ജന്മം. അപ്പോൾ ഇവർ വേഗം കയ്യും കാലും പിടിച്ചു, ഭഗവാനെയും വിളിച്ചു. ഭഗവാന്റെ മധ്യസ്ഥതയിൽ ഒരു കോംപ്രമൈസ് ചർച്ച. അപ്പോൾ അവർ പറഞ്ഞു, ഏതെങ്കിലും ഒന്നാവാം, ഒന്നുകിൽ 3 ജന്മം നിങ്ങൾ ഭഗവാന്റെ കൈകൊണ്ട് മരണം ഭരിക്കാനും അതുവഴി മോക്ഷത്തിലെത്താനും, അല്ലെങ്കിൽ 7 ജന്മം എടുത്ത് നിങ്ങൾ വലിയ സാധുക്കളായിട്ട് വലിയ എന്താ പറയുക ഭഗവാന്റെ ഭക്തന്മാരായിട്ട് ലോകത്ത് അറിയപ്പെടാനും ഉള്ള അവസരം നിങ്ങൾക്ക് തരാം, അതിൽ ഏത് വേണം എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 3 ജന്മം കൊണ്ട് തീർന്നിട്ട് ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്തണം. അപ്പം അങ്ങനെയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പും പിന്നെ എന്താ പറയുക രാവണനും കുംഭകർണനും പിന്നെ ശിശുപാലനും ഒരാളും കൂടി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരിന്റെ മനസ്സിൽ നിന്ന് പോയി. ദന്താവക്രൻ, കറക്റ്റ്, അത് തന്നെ. ഉണ്ടല്ലോ. അപ്പോൾ ദന്താവക്രനും ശിശുപാലനും ഇങ്ങനെ വന്ന ജയവിജയന്മാരാണ്. അപ്പം നമ്മൾ വിചാരിക്കും ശിശുപാലൻ ദുഷ്ടൻ അല്ല, ശ്രേഷ്ഠനാണ്. ഈ പണ്ട് ത്യാഗരാജസ്വാമികള് ഈ പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. അതായത് 96 കോടി തവണ രാമ എന്ന് ഉച്ചരിച്ചാൽ രാമനെ കണ്ടിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധ വേണ്ട, ഭക്തി വേണ്ട, വിശ്വാസം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ യന്ത്രങ്ങളെ പോലെ ഇരുന്ന് 96 കോടി തവണ രാമ എന്ന് ഉച്ചരിച്ചാൽ നിങ്ങൾ രാമനെ കണ്ടിരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം നടന്നു പോകുന്ന വഴി രാമ കഥകളും കീർത്തനങ്ങളൊക്കെ പാടി പോകുമ്പോൾ ഒരു ചെറ്റക്കുടിലാണ് താമസിച്ചിരുന്നത്. അവിടെ ഒന്നും മോഷ്ടിക്കാനൊന്നുമില്ല. പക്ഷേ അവിടെ എന്താ ഉണ്ടായിരുന്നത് വെച്ചാൽ അദ്ദേഹം പോകുമ്പോൾ വാതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി ഇങ്ങനെ പോകും. ഈ പോണ പോക്കിനെ മോഷ്ടിക്കാൻ ചിലർ കയറും. ഈ കയറുന്നവൻ കണ്ടത് കോദണ്ഡപാണിയായിട്ടുള്ള ശ്രീരാമനെയും ലക്ഷ്മണനെ അവിടെ നിൽക്കുകയാണ്, കാവൽ നിൽക്കുകയാണ് ഈ വീടിന്. ഞാൻ ആലോചിച്ച് നോക്കി, ആ കള്ളന്റെ ഭാഗ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കളവും കൊള്ളയായിട്ടൊക്കെ നടന്നിട്ടും ഏതോ ജന്മത്ത് ചെയ്ത അസാമാന്യ ഭാഗ്യം കൊണ്ട് ഭഗവത് ദർശനം സാധ്യയില്ലേ? ഈ 96 കോടി എന്ന് പറയുന്നതിന്റെ കണക്കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ വിചാരിക്കും 96 കോടി ജപിച്ചാൽ അങ്ങനെ പറ്റുമോ? പറ്റും. 96 കോടി ജപിക്കണമെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടെന്നറിയോ? രാമ 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 16 4 സെക്കൻഡ്. ഈ കണക്ക് വെച്ച് ജപിച്ച് 96 കോടി എത്തണമെങ്കിൽ ഒരു ദിവസം ഒരു 12-13 മണിക്കൂറിന് ഇടയ്ക്ക് സമയം ചിലവാക്കിക്കൊണ്ട് 12 കൊല്ലം പണിയെടുത്താൽ മതി, ഒരു വ്യാഴവട്ടക്കാലം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അമ്മമാര് ചില അയ്യോ നീ അമ്മ കാണിച്ചു. അപ്പൊ നീ അമ്മ ഒന്നും ആലോചിക്കേണ്ട വെച്ചാൽ അല്ലാണ്ട് ഈ 12 കൊല്ലം എന്താ ചെയ്ത് കൂട്ടിയെന്നൊന്ന് ആലോചിച്ച് പറഞ്ഞെന്നാ വലിയ ഉപകാരമായി. ഈ കഴിഞ്ഞ അമ്മ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറകോട്ട് ചിന്തിച്ചിട്ടുള്ള 12 കൊല്ലം എന്തൊക്കെ ചെയ്തതാണ് നമുക്ക് മെച്ചത്തിലെത്തിയത്. ഇപ്പം മരിച്ചാൽ മഹാവിജ്ഞാന ഭൈരവ തന്ത്രം എന്നൊരു ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് 112 എക്സസൈസസ് പറയുന്നുണ്ട്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ചെയ്യാനുള്ള പരിശീലനങ്ങൾ. എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം, നിങ്ങളുടെ ആരും പറയുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് മരിച്ചു എന്ന് വെച്ചോളൂ. മരിച്ചാൽ നിങ്ങൾ പറയാം അയ്യോ, മരിച്ചവരെ കുറിച്ച് പൊതുവെ എല്ലാവരും നല്ലതാ പറയാം. അപ്പം എൻ്റെ നേരത്തെ സോഷ്യൽ മീഡിയയിൽ കണ്ട ചീത്ത വിളിയൊന്നും കേൾക്കില്ല. പറയാ എന്താ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കും, നല്ല വിവരമുള്ളൊരു മനുഷ്യൻ ഇരുന്ന ഇരിപ്പിന് പോയി എന്ന് പറയും. അപ്പൊ ഇരുന്ന ഇരിപ്പിന് പോയ ഞാൻ എവിടെയും പോണില്ല. കാരണം എന്താണെന്നറിയോ? ഫിസിക്സ് പറയണോ, എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഞാനിപ്പോ സംസാരിക്കുന്ന ഊർജ്ജമല്ലേ, ഇത് എവിടെ പോവാനാ? അത് നശിപ്പിക്കപ്പെടില്ല. അത് നിങ്ങൾക്ക് ദൃഷ്ടിഗോചരമല്ലാതായി മാറി എന്ന് മാത്രമേ മരണത്തിന്റെ അവസ്ഥയിൽ സംഭവിക്കുന്നുള്ളൂ. ഞാനിവിടെ കിടക്കുകയാണ്, എൻ്റെ ശരീരം ഇവിടെ കിടക്കണു. നിങ്ങൾ എടുത്ത് എല്ലാവരും കൂടി മറ്റേ CPR തരും. ഇപ്പം എല്ലാവർക്കും CPR കൊടുക്കാൻ അറിയാം. അപ്പം എന്താ വെച്ചാൽ നെഞ്ചും കൂടെ അടിച്ച് പൊളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും വീണാൽ ഉടനെ എടുത്തിട്ട് നെഞ്ചും കൂടെ അടിച്ച് പൊളിക്കും. ഇപ്പം ശബരിമലയിൽ വെച്ചൊരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ ഹാർട്ട് അറ്റാക്ക് ഒന്ന് വീണ് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരെ എടുത്തോണ്ട് ഓടി. അയാൾ ചെന്ന് വീണ് ഇങ്ങനെ അയാൾ ഇങ്ങനെ കുഴയുമ്പം അവിടെ നിൽക്കുന്നവർ പറയാണ് വീണു, CPR കൊടുക്കും. അപ്പോൾ അയാൾ പറയും അയ്യോ എനിക്ക് CPR വേണ്ട, എനിക്കൊരു മുട്ടായി തന്നാൽ മതി, ഷുഗർ കുറഞ്ഞതാണ്.
എന്ത് സംഭവിച്ചാലും CPR കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ CPR തരും. CPR ഒക്കെ തന്നു, രക്ഷയില്ല മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തേജപുഞ്ചമായ ഞാൻ അപ്പോഴും ഇവിടെ ജീവസ്സോടുകൂടി ഊർജമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട്, എനിക്ക് ബോധമുണ്ട്, തിരിച്ചറിവുണ്ട്. പക്ഷേ കാരണം എന്താ, അതെല്ലാം ഊർജമാണ്. ഇതിനതൊന്നുമില്ലല്ലോ, ഈ കിടക്കുന്ന ശരീരത്തിനതൊന്നുമില്ല. മഹാവിജ്ഞാന ഭൈരവതന്ത്രത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു പരിശീലനം ഇതാണ്. അതെന്താന്ന് വെച്ചാൽ പറയുന്നത്, ആ നേരത്ത് നമുക്ക് പ്രയോജനമുള്ള എന്ത് കാര്യമുണ്ടോ അത് മാത്രമേ ജീവിതത്തിൽ സമ്പാദിക്കാവൂ. പറഞ്ഞെന്താന്ന് മനസ്സിലായോ? ഞാനിപ്പോൾ ഇവിടെ മരിച്ചു കിടക്കുകയാണ്. ഞാനൊരു തേജപുഞ്ചമായി പുറത്ത് നിൽക്കുകയാണ്, തൊട്ടടുത്ത് നിൽപ്പുണ്ട്. നിങ്ങളെയൊക്കെ കാണാം, നിങ്ങൾ വന്ന് CPR കയറണൊക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ആ നേരത്ത് എന്ത് കാര്യം കൊണ്ടാണ് എനിക്ക് പ്രയോജനമുണ്ടാവുക? അങ്ങനെ പ്രയോജനമുണ്ടാവുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് മാത്രമേ ജീവിതത്തിൽ സമ്പാദിക്കാവൂ. ഒന്ന് പറയൂ, എന്തുകൊണ്ടാ പ്രയോജനം? IPS കൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ? ഉണ്ടാവോ? IPS ഉണ്ട്, ഞാൻ ADGP ആണ്, പ്രയോജനമുണ്ടോ? നന്നായിട്ട് പ്രസംഗിക്കും, പ്രയോജനമുണ്ടോ? കുറെ പൈസയുണ്ട്, പ്രയോജനമുണ്ടോ? നല്ലൊരു കുടുംബമുണ്ട്, പ്രയോജനമുണ്ടോ? ആ നേരത്ത് എന്തുകൊണ്ടാണ് പ്രയോജനം? എന്താണ് നമ്മളെ സഹായിക്കുന്നത്? ഇതുകൊണ്ടാണ് ആ മരണത്തിനെ നമ്മൾ അടിയന്തിരം എന്ന് പറയുന്നത്. ഭയങ്കര അടിയന്തിരമാണത്, ഭീകരമാണ് അവസ്ഥ. അതുകൊണ്ടാണ് മരണഭയം ഭീകരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ കവചസ്തോത്രങ്ങളും പറഞ്ഞിരിക്കുന്നത് തസ്യ മൃത്യുഭയം നാസ്തി. മൃത്യു നാസ്തി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ഓർത്തോളേ. നിങ്ങൾ ഏത് കവച സ്തോത്രം എടുത്ത് നോക്കിക്കോളൂ, എവിടെയും നിങ്ങളോട് പറയുന്നില്ല ഇത് ജപിക്കുന്നവന് മൃത്യു ഇല്ല എന്ന് പറയുന്നില്ല. എന്താ പറയണമെന്നറിയോ? ഇത് ജപിക്കുന്നവന് മൃത്യു ഭയം ഉണ്ടാവില്ല, ഇവൻ മൃത്യുവിനെ ഭയക്കില്ല. അപ്പൊ മൃത്യുവിനെ ഭയക്കാതാക്കാൻ പറ്റുന്ന എന്ത് സാധനമാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെന്ന് വെച്ചാൽ അത് മാത്രമേ സമ്പാദിക്കാവൂ. അപ്പൊ അതാ ഞാനിപ്പോൾ അമ്മയോട് ചോദിച്ചത്, കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മൃത്യുഭയം ഇല്ലാണ്ടാവുമെങ്കിൽ അത് മാത്രം കയ്യിൽ വെക്കുക. എന്നാൽ രാമനെ കണ്ടാൽ മൃത്യുഭയം ഇല്ലാണ്ടാവും. രാമനെ കണ്ടവർക്ക് ആർക്കും മൃത്യുഭയം ഉണ്ടായിരുന്നില്ല. ത്യാഗരാജസ്വാമികളൊക്കെ ആനന്ദതന്തുലിതമായിട്ട് ഇങ്ങനെ ജീവിതം ഇങ്ങനെ കഴിക്കുകയാണ്. ഭഗവാനെ കുറിച്ച് പാടുന്നു, സ്തുതിക്കുന്നു, സന്തോഷിക്കുന്നു. അവരെ കാണുന്നവർക്ക് ആനന്ദം. അങ്ങനെ കഴിയാനുള്ള ഭാഗ്യത്തിന് വേണ്ടി ഇനി അടുത്ത 12 കൊല്ലെങ്കിലും പറ്റെങ്കിലും ഒന്ന് ചെലവാക്കാൻ ഒരു തീരുമാനം എടുക്കുന്നത്. പറയാനായിട്ടുള്ള മോറൽ സ്ട്രെങ്ത് എനിക്കില്ല. കാരണം ഞാൻ ഇവിടുന്ന് നേരെ പോണത് കേട്ടാ, പോലീസിനെ പണിയെടുക്കാനാ പോണേ, അല്ലാണ്ട് രാമനാമം ജപിക്കാനല്ല പോണത്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു ഉറപ്പ് ഞാൻ പറയണം, ഞാൻ ഇന്നേക്ക് 3-ാം കൊല്ലം ഞാൻ ഈ ജോലിയിൽ നിന്ന് പിരിയും. പിന്നെ ഈ പണി മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഞാൻ ഭഗവത് ദർശനം കിട്ടിയിട്ടുള്ള പണിയൊക്കേനുള്ളൂ. ഞാൻ ഇപ്പോഴേ 2028 മെയ് 31 ഞാൻ ജോലിയിൽ നിന്ന് വിരമിക്കും. വളരെ ഔത്സുക്യത്തോടുകൂടി ഞാൻ കാത്തിരിക്കുന്ന അന്നത്തെ 31-ാം തീയതി രാത്രി, അന്ന് ഞാൻ മൂകാംബികയിലുണ്ടാവും. എന്ന് വെച്ച് ഈ ലോകവുമായിട്ടുള്ള എല്ലാം വന്ന് ഉപേക്ഷിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. പറയാനുള്ള ധൈര്യം എനിക്കില്ല. എന്താ കാര്യം? ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് ഒരു അഹംബോധമാണ്. മോക്ഷേച്ഛുക്കളാവാം, നമുക്ക് ആഗ്രഹങ്ങൾ വേണം, മോക്ഷത്തിന് തീർച്ചയായിട്ടും വേണം, മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം വേണം, ഇല്ലാതെ പറ്റില്ല. ഭഗവത് പ്രാപ്തി വേണം, ഭഗവത് സന്നിധിയിലെത്തണം, ഭഗവാനെ കാണണം. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാൻ 16-ാം വയസ്സിൽ തപസ്സിന് പോയ ആളാ. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും ബ്രഹ്മം സത്യം ജഗൻ മിഥ്യ ഇതൊക്കെ വായിച്ച് ഭ്രാന്തായി തീരുമാനിച്ചു. ഞാൻ ചില സത്തുക്കളോട് പോയി ചോദിച്ചു, ചില ശ്രേഷ്ഠന്മാരോട് പോയി ചോദിച്ചു. അമൃതാനന്ദമായി അമ്മയെ കണ്ടപ്പോൾ ചോദിച്ചു. അമ്മ, അന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പറഞ്ഞ് പ്രേരിപ്പിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, തപസ്സൊക്കെ പണ്ട് കാലത്ത്, ഏത് സത്യയുഗത്തിലും കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ഒക്കെ നടന്നിരുന്ന തപസ്. ഇപ്പൊ കലിയുഗമാണ്, ഇപ്പൊ തപസ്സൊന്നും ഇല്ല. നീ ഈ മണ്ടത്തരം പറഞ്ഞുകൊണ്ട് നടക്കല്ലേ എന്ന് എന്നോട് പറഞ്ഞു. ഒരു 9-ാം ക്ലാസ്സുകാരന് ഭയങ്കര കൺഫ്യൂഷനായി. അപ്പം അന്ന് ഞാൻ പലരോടും ചോദിക്കാൻ തുടങ്ങി. ഉത്തരവൊന്നും ആദ്യമൊന്നും ആരും തന്നില്ല. അത് കഴിഞ്ഞ് ചിലരൊക്കെ എന്നോട് പറഞ്ഞു, മകനെ, അന്നത്തെ ഭഗവാനും അന്നത്തെ ദൈവവും അന്നത്തെ ബ്രഹ്മവും ഇന്നത്തെ ബ്രഹ്മവും രണ്ടാണെങ്കിൽ തപസ്സിന് പ്രസക്തിയില്ല. അന്നുള്ള ദൈവം ഈശ്വരൻ കാലാതീതനാണെങ്കിൽ അന്ന് തപസ്സുണ്ടെങ്കിൽ ഇന്നും തപസ്സിന് പ്രസക്തിയുണ്ട്.
കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ തീരുമാനിച്ചു പോകുക തന്നെ. ഇനിയിപ്പോൾ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. 16-ാം വയസ്സിൽ നാട് വിട്ടുപോയി. നാട് വിട്ടു പോകുമ്പോൾ എങ്ങോട്ടാ പോകണമെന്നുള്ള തീരുമാനമൊന്നുമില്ല. പോയി മൂകാംബിയെ ചെന്നു. കുറെ നേരം സൗവർണികയിൽ കിടന്നു. അന്ന് ഈ സൗവർണിക ഇങ്ങനെയല്ല, നല്ല തെളിമയാർന്ന വെള്ളം. ഇപ്പൊ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ എന്താ പറയാ, ഓടയിൽ കിടക്കുന്ന വെള്ളത്തിന്റെ കളറാണ് സൗവർണികയുടെ കളറ്. ദുഃഖം തോന്നും കണ്ടാൽ. അവിടെ കുറെ നേരം കിടന്നു. അത് കഴിഞ്ഞ് നേരെ ആരോ പറഞ്ഞു കുടജാദ്രി എന്ന് പറഞ്ഞ കാടുണ്ട്, അവിടെ പോയിരുന്ന് ജപിക്കാം, തപസ് ചെയ്യാം. ശരി, പോയി കളയാം തീരുമാനിച്ചു ഇറങ്ങി പുറപ്പെട്ടു. നാഗോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങി. 13 കിലോമീറ്റർ ദൂരെ. അത് കഴിഞ്ഞൊരു 10-11 കിലോമീറ്റർ നടന്ന് കാടിനകത്തേക്ക് കയറി. പോകുന്ന വഴിക്ക് അന്ന് ഇന്നത്തെ പോലെയൊന്നുമല്ല, കാട് ഭയങ്കര നിബിഡമാണ്. അപ്പൊ അങ്ങനെ പോയി. ഇടയ്ക്ക് പാമ്പിനെ കാണും, ചിലപ്പോൾ ഈ കാട്ടുപോത്ത് ഓടിപ്പോണ കാണാം. ഇതൊക്കെ കണ്ടു, ഭയന്നു. ഭയക്കുമ്പോ എന്താ, നമ്മൾ ഒരൊറ്റ കാര്യം മനസ്സിൽ വിചാരിക്കണം, കുപുത്രോജായതേ ക്വചിത് പികുപാദാന ഭവതി. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മോശം മക്കളുണ്ടായാലും മോശം അമ്മമാരെവിടെയും ഉണ്ടായിട്ടില്ല. അങ്ങനെ മോശം അമ്മമാരില്ലെങ്കിൽ വിശ്വജനനിയായ നീ എങ്ങനെ മോശമാവും? എനിക്കെന്തേലും പറ്റിയെന്ന് നിനക്ക് പോയി, എനിക്കല്ല. ഇതാണ് ചലഞ്ച്. അമ്മയെ വെല്ലുവിളിക്കാണ്. നിനക്ക് വേണേ നീ എന്നെ നോക്കിയാൽ മതി, നിന്റെ കുഞ്ഞാണ് ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. കയറി കാട്ടിലെത്തി. ശങ്കരാചാര്യ തപസ്സിരുന്ന് ചിത്രമൂല എന്ന് പറഞ്ഞ് ഗുഹ കണ്ടുപിടിച്ചു. അതിനകത്ത് പോയിരുന്നു. അവിടെ ഒന്നും ഒരു മനുഷ്യനില്ല. ഈ ചിത്രമൂല എന്നുള്ള ഗുഹയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട്. ഒരു 10-12 അടി കയറിയിട്ട് വേണം ആ ഗുഹയ്ക്കകത്ത് കയറാൻ. സാമാന്യനെ പുലി, പിന്നെ മറ്റേ കാട്ടുപോത്ത്, കരടിയൊക്കെ വന്നാൽ ഇതിൻ്റെ താഴെ നിൽക്കുള്ളൂ, മുകളിലേക്ക് കയറില്ല. പക്ഷെ ഇതിനകത്ത് ഇഷ്ടം പോലെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് പാമ്പ്, തേള്, എലി ഇത്യാദികൾ ഇതിനകത്തുണ്ട്. അത് പിന്നെ താരതമ്യേന ശുദ്ധ സ്വഭാവം കുറഞ്ഞവരാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അവിടെ കയറിയിരിക്കുകയാണ്. അപ്പൊ രാത്രിയായി കഴിയുമ്പോഴാണ് പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഭീകരമാണ്. നിലവിളി, കരച്ചിലോട് കരച്ചിൽ. അപ്പോഴും എൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ, ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ടുണ്ട്, 24 മണിക്കൂർ കലികാലത്ത് അമ്മയെ വിളിച്ച് കരഞ്ഞാൽ അമ്മ വന്നിരിക്കും. എന്താണെന്നറിയില്ല, 24 മണിക്കൂർ കരയാൻ സമ്മതിച്ചില്ല. ഒരു അരമണിക്കൂർ കരയുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങിപ്പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് പിന്നെയും കരയും. ഇങ്ങനെ കരഞ്ഞ് 9 ദിവസം പട്ടിണി കിടന്നോടെ. 9-ാം ദിവസം ഒരു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് കാട് കാണാൻ. അയാൾ തന്ന അവില്. അപ്പോൾ 9 ദിവസം എന്ന് പറയുന്നതിന് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണത്, ആദ്യത്തെ 4 ദിവസം നല്ല ഭയമായിരുന്നു. പേടിച്ച് കരഞ്ഞിരുന്നു. പിന്നെയുള്ള 5, 6, 7, 8, 9 തീയതികൾ, ഈ 5 ദിവസങ്ങൾ ഞാൻ അനുഭവിച്ചിരുന്ന സന്തോഷവും സ്വസ്ഥതയും അന്ന് എനിക്ക് മനസ്സിലായില്ല ഇതായിരുന്നു സുഖം. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചിന്തയില്ല. അമ്മ വന്നാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം. ഈ 9-ാം ദിവസം ആയപ്പോൾ എഴുന്നേറ്റ് നടന്നു പോയി രക്ഷപ്പെടാനുള്ള ഊർജ്ജം പോലും ഇല്ല. ഭക്ഷണമില്ലല്ലോ. ആ സമയത്ത് ഇദ്ദേഹം വന്ന് കുറച്ച് അവല് തന്നു. ആ അവല് തിന്നപ്പോൾ വീണ്ടും ജീവിക്കണം എന്നുള്ള ത്വരയെ. 13-ാം ദിവസം തീരുമാനിക്കുന്നു, ഈ ത്വര ശരിയല്ല, ചൈത്ര പൗർണമി ദിവസം കാട്ടിലേക്ക് ഇനി ഇറങ്ങാം. അന്ന് എൻ്റെ അച്ഛനും എൻ്റെ മൂത്തളിയനും കൂടെ എങ്ങനെയോ അവിടെ എത്തിപ്പെടുന്നു. ഈ രാമകൃഷ്ണൻ കൊണ്ടുവരുന്നതാണ്. എന്നെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. എല്ലാ വർഷവും തിരിച്ചു വന്നോളാനുള്ള അനുവാദത്തോടു കൂടി. അവിടുന്ന് പിന്നെ ഞാൻ IPS കാരനായി. 39 വർഷം അന്നത്തേന്ന് കഴിഞ്ഞു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഓണത്തിൽ ഞാൻ വീണ്ടും ഈ കാട്ടിൽ പോയി. മനസ്സിലായൊരു സംഗതി എന്താണെന്നറിയോ, അന്ന് എൻ്റെ ജീവിതത്തിൽ ജീവനോടുണ്ടായിരുന്ന 2 പേരെ ഇപ്പം ജീവനോടെ ഉള്ളൂ. ബാക്കിയെല്ലാം പുതിയ കഥാപാത്രങ്ങളാണ്. എൻ്റെ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു. എൻ്റെ മൂത്ത സഹോദരിയും അളിയനും ഇപ്പം ജീവനോടെ ഉണ്ട്. എൻ്റെ ഭാര്യ പുതിയത്, മക്കൾ പുതിയത്, എല്ലാവരും പുതിയ ആൾക്കാർ. 39 വർഷം പോയ പോക്കറിയുന്നില്ല. അമ്മയും കാടും അതുപോലെയുണ്ട്. ഞാൻ ഒരു IPS പദവി കിട്ടിയെന്നല്ലാണ്ട് വേറെ ഒരു മെച്ചം ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കുക, ഈ IPS പദവി ഇത്ര മോശമാണ്? അല്ല, അങ്ങനെയല്ല. നീ അറ്റത്തെ ഭാഗ്യമാണ്, സംശയമില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? ഭഗവത് ദർശനം, അമ്മയെ കാണണം എന്നുള്ള തീരുമാനത്തോടെ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പോൾ എവിടെ എത്തി? എല്ലാവരും കൂടി പുകഴ്ത്തുന്നതും ഇകഴ്ത്തുന്നതുമായിട്ടുള്ള ഒരു പബ്ലിക് ഫിഗറായി എന്നുള്ളതല്ലാതെ വേറൊരു മെച്ചവും നമുക്ക്. ഇതുകൊണ്ട് ഈ മഹാവിജ്ഞാന ഭൈരവ തന്ത്രത്തിൽ പറഞ്ഞ ഈ പരിശീലനത്തിന് വല്ല മെച്ചമുണ്ടോ? ഭരിച്ചു കഴിഞ്ഞാൽ വല്ല ഗുണമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ 39 വർഷം വെറുതെ പോയി. ഇപ്പോൾ 39 കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞ് 41 വർഷമായി. വെറുതെ പോയി. ഭഗവാനെ കണ്ടിട്ടില്ല. ഭഗവാനെ കാണാൻ വേണ്ടി അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ 12 വർഷം, ഇനിയുള്ള 12 വർഷം നിങ്ങൾ ഓരോരുത്തരും ചെലവഴിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമായി ഇന്നത്തെ എൻ്റെ ഇവിടുത്തെ സാന്നിധ്യം മാറിയാൽ
നിങ്ങളിൽ ആർക്കെങ്കിലും കിട്ടുന്ന ഭഗവത് ദർശനം കിട്ടിക്കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങൾ കണ്ട ഭഗവാൻ എനിക്ക് ഇവിടെ നിന്ന് കാണാനുള്ള അവസരം തരണേ എന്ന് പറയാനുള്ള അവസരമായിട്ട് ഇത് എടുത്തുകൊണ്ട് ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും മംഗളങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരും മോക്ഷച്ചുകളായിട്ട് ഈ യജ്ഞം കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. സപ്താഹം എല്ലാവരെയും പരീക്ഷിത്തുകളാക്കി മാറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി യജ്ഞാചാര്യന്റെ അനുവാദത്തോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.